Hi dears. ഞാനിന്നിവിടെ ഒരു സ്പൈസി ചട്ടിപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഞാനിന്നിവിടെ സ്പൈസി ചട്ടിപ്പത്തിരി ചെയ്തെടുത്തിട്ടുള്ളത് മൈദ ഉപയോഗിച്ചിട്ട് ചപ്പാത്തി പരത്തിയിട്ടാണ് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് ചട്ടിപ്പത്തിരി രണ്ട് വിധത്തിൽ ചെയ്തെടുക്കാം. ഒന്ന് മൈദ ഉപയോഗിച്ചിട്ട് ദോശ ഉണ്ടാക്കിയിട്ടും ചെയ്യാം, അല്ലെങ്കിൽ മൈദ ഉപയോഗിച്ചിട്ട് ചപ്പാത്തി പരത്തിയിട്ടും ചെയ്യാം. അപ്പോൾ ഞാനിന്നിവിടെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കിച്ചൺ ബിഗിനേഴ്സിനൊക്കെ കുറച്ചും കൂടി ഈസി ദോശ ഉണ്ടാക്കിയിട്ട് ചെയ്യാണ്. അപ്പം നിങ്ങൾ ഈ സെയിം പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ദോശ ഉപയോഗിച്ചിട്ടാണെങ്കിലും ചെയ്യാം. അപ്പോൾ രണ്ടാണെങ്കിലും നമുക്കിത് വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഇത് ഇഫ്താറിനും അതേപോലെ തന്നെ ഈദിനും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫുഡാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ സ്വീറ്റ് ചട്ടിപ്പത്തിരി ഞാൻ ഇതിന് മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ദോശ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം. അതേപോലെ തന്നെ ഞാൻ ഈ വീഡിയോൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഏകദേശം 8 ചപ്പാത്തിക്ക് നമുക്ക് കിട്ടും. ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് കുഴച്ച് പരത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം മൈദയിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ നെയ്യും ചേർത്തിട്ട് ചൂടുവെള്ളത്തിലാണ് ഇവിടെ കുഴച്ചെടുക്കുന്നത്. അതായത് തിളച്ച വെള്ളമല്ല, ചെറിയ ചൂട് മതി. ചെറിയ ചൂടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അധികം ഒഴിച്ചു കൊടുക്കണ്ട. ഇപ്പോൾ 2 കപ്പ് മൈദയിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും നമുക്ക് ശരിയായ പാകത്തിന് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ കുറച്ചീശെ ഒഴിച്ചു കൊടുത്താൽ മതി. ആദ്യം തന്നെ ഒന്നാകെ വെള്ളം ഒഴിച്ചു കൊടുക്കാണ്ട് കുറച്ചീശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് പരത്തിയെടുക്കാൻ പറ്റുന്ന പാകത്തിൽ നമുക്കിത് കുഴച്ചെടുക്കണം. അപ്പം നെയ്യ് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഒന്നും കൂടി സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇത് കുഴക്കുന്ന സമയത്ത് കൈമേലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കൈമേൽ വേണമെങ്കിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് കുഴച്ചെടുത്താൽ മതി. അതിനുശേഷം ഇതൊരു 15 മിനിറ്റ് ഞാനിവിടെ മൂടി വെക്കുന്നുണ്ട്. കുഴച്ചതിന് ശേഷം 15 മിനിറ്റിന് ശേഷം ഇത് വീണ്ടും ഒന്നും കൂടി പുറത്തെടുത്തിട്ട് ഒന്നും കൂടി കുഴച്ചിട്ട് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമുക്ക് ചപ്പാത്തി പലകേമേൽ കുറച്ചൊരു പൊടി തൂവി കൊടുത്തിട്ട് നമുക്ക് ഓരോന്നും നമുക്ക് പരത്തിയെടുക്കാം. അധികം കട്ടിയില്ലാണ്ട് കുറച്ച് നേർത്തതായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. ഇത് കട്ടി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. അതിങ്ങനെ കട്ടിയായിട്ട് കൊടുക്കും. അപ്പോൾ വല്ലാണ്ട് നേർമയും വേണ്ട, അധികം കട്ടിയും വേണ്ട. ആ ലെവലിൽ നമ്മൾ പരത്തിയെടുക്കണം. അങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കണ മാവ് ഓരോന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അതേപോലെ തന്നെ ഇത് പരത്തിയെടുക്കുന്ന സമയത്ത് അധികം റൗണ്ട് ഷേപ്പിൽ കിട്ടാത്തവരാണെങ്കിൽ ഇത് റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും കട്ടറോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ട് റൗണ്ട് ഷേപ്പാക്കി എടുക്കാം. എങ്ങനെയാണെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. ഇത് നമ്മൾ പരത്തുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് റൗണ്ട് ഷേപ്പിൽ കിട്ടും. അപ്പോൾ ആർക്കെങ്കിലും റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഒരു കട്ടർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റ് ഉപയോഗിച്ചിട്ടോ നമുക്ക് റൗണ്ട് ഷേപ്പ് ഒന്ന് ആക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം എല്ലാ ചപ്പാത്തിയും നമുക്ക് ഇവിടെ തയ്യാറായി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു 8 ചപ്പാത്തിക്ക് ഇവിടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഉരുളയുടെ അളവനുസരിച്ച് ഒരു 6 മുതൽ 8 വരെ ചപ്പാത്തിക്ക് നിങ്ങൾക്ക് ഇത് കിട്ടും. 2 കപ്പ് മൈദ. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ചുട്ടെടുക്കുമ്പോൾ വല്ലാണ്ട് മൊരിയണ്ട, ജസ്റ്റ് ഒന്ന് 2 ഭാഗം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇത് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഒന്ന് പൊളച്ച് വരും. അപ്പോൾ ആ സമയത്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. അധികം മൊരിയണ്ട. കാരണം നമ്മളിത് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനായിട്ട് ഇടുമ്പോൾ ഒന്നും കൂടി മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ അധികം മൊരിയാണ്ട് തന്നെ നമുക്ക് ഇത് ഓരോന്നായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇവിടെ ഇതിലേക്ക് വേണ്ട ഫില്ലിങ്ങിന് വേണ്ട ചിക്കൻ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ബോൺലെസ് ചിക്കന് ഒരു 200 ഗ്രാം ചിക്കനുള്ളൂ ഇത്. അപ്പോൾ 200 ഗ്രാം ചിക്കന് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കുക. ഇനി അഥവാ നിങ്ങൾ ബോണുള്ള പാർട്ടാണ് എടുക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേവിച്ചതിന് ശേഷം ബോൺ കളഞ്ഞിട്ട് ഇറച്ചി മാത്രം എടുത്താൽ മതി. ഇപ്പോൾ ബോൺലെസ് ചിക്കനാണ് എടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം.
അപ്പോൾ ചെറിയ ചെറിയ പീസാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞളും മാത്രം ചേർത്തിട്ട് ഇത് വേവിച്ചെടുത്താൽ മതി. അതിനുവേണ്ടി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്തിട്ട് ഇത് നെകക്കെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് വെള്ളം ഒന്ന് വറ്റി വരുന്നതോട് കൂടിയിട്ട് ഇത് വെന്തിട്ടുണ്ടായിരിക്കും. അത്രയും വെള്ളം നമ്മൾ ഒഴിച്ചാൽ മതി, അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിപ്പോൾ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഒന്ന് വെന്തതിന് ശേഷം നമ്മൾക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ചൂടാറി കഴിഞ്ഞാൽ കൈക്കൊണ്ടാൽ തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തിട്ട് വേണം നമ്മൾ ഇത് സബോളയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ്റെ ഒപ്പം ചേർക്കാനായിട്ട് 3 സബോളയും 4-5 പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചിയും പിന്നെ 3-4 അല്ലി വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇത്രയും ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ സ്റ്റവിൽ വെച്ചിട്ട് അതിലേക്ക് ഈ സബോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ 3 സബോള ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സബോള നന്നായി വഴന്ന് വരാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു. നമ്മളിപ്പോൾ ഇവിടെ ചിക്കൻ വേവിച്ചപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സബോളയിൽ നമ്മൾ അധികം ഉപ്പിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ ചെറുതായി മുറിച്ച് വെച്ചേക്കണ പച്ചമുളകും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മളൊന്ന് ചതച്ചെടുക്കുക. ഒരു പീസ് ഇഞ്ചിയും 3-4 അല്ലി വെളുത്തുള്ളിയും കൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കുക. അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിപ്പോൾ നന്നായി വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും കൂടിയും നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ വെന്ത ചിക്കൻ നന്നായിട്ട് ഒന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ആ ചിക്കനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഫില്ലിങ്ങിനുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയായി. അപ്പോൾ നമുക്കിവിടെ ചട്ടിപ്പത്തിരിയുടെ ഫില്ലിങ്ങിനുള്ളത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചട്ടിപ്പത്തിരിക്കുള്ള ചപ്പാത്തിയും റെഡിയായി, ചട്ടിപ്പത്തിരിയുടെ ഫില്ലിങ്ങും റെഡിയായി. ഇനി നമുക്ക് ഇത് ഡിപ്പ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കണം. അപ്പോൾ ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 7 മുട്ട ആവശ്യമുണ്ട്. അപ്പോൾ 7 മുട്ട ഒരു മിക്സിയുടെ ജാറിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മുട്ടയുടെ കൂടെ മിക്സിയിലിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു ചെറിയ ബൗള് എടുക്കണം. ഞാനിവിടെ കട്ടിയുള്ള തേങ്ങാപ്പാലിന് പകരം ഒരു 3 ടീസ്പൂണ് തേങ്ങയാണ് ചേർത്ത് അരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം തേങ്ങാപ്പാൽ ചേർത്ത് അടിക്കാം. അപ്പം ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ തേങ്ങ എടുത്തിട്ട് തേങ്ങ ചേർത്തിട്ട് അടിക്കുകയാണ്. ഇത് തേങ്ങ ചേർക്കുന്നത് കൊണ്ട് ടേസ്റ്റിലൊന്നും വ്യത്യാസം വരില്ല. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങയ്ക്ക് പകരം തേങ്ങാപ്പാലും ചേർക്കാം. പിന്നെ ഇവിടെ ഒരു 50 ഗ്രാം ബട്ടർ ഉരുക്കിയതുണ്ട്. ഇതിൽ 3/4 ഭാഗത്തോളം ബട്ടർ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറിന് പകരം നമുക്ക് നെയ്യും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കി കുറച്ച് ബട്ടർ ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് ചട്ടിപ്പത്തിരി തയ്യാറാക്കണ ബൗളിൽ ഒന്ന് തടവി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിക്കുക. അപ്പോൾ 7 മുട്ട, 3 ടീസ്പൂണ് കോക്കനട്ട്, പിന്നെ ഗ്രാം ബട്ടറിൻ്റെ 3/4 ഭാഗം, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് കൂടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ മിക്സിയിൽ ഡിപ്പിങ്ങിന് വേണ്ടിയിട്ട് അടിച്ച് തയ്യാറാക്കുന്നത്.
അപ്പോൾ ഇപ്പോൾ നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും തയ്യാറായി. ഡിപ്പിങ്ങിനുള്ള എഗ്ഗ് മിക്സ്ചർ റെഡിയായി, ഫില്ലിങ്ങിനുള്ള ചിക്കൻ റെഡിയായി, നമുക്ക് മൈദ കൊണ്ടുള്ള ചപ്പാത്തി റെഡിയായി. ഇനി നമുക്ക് ചട്ടിപ്പത്തിരി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ചട്ടിപ്പത്തിരി തയ്യാറാക്കാനുള്ള ഒരു പാൻ ആദ്യം തന്നെ എടുത്തു. ഞാനിവിടെ മാറ്റി വെച്ചേക്കണ ബട്ടർ ഉരുക്കിയത് കുറച്ചെടുത്തിട്ട് ഈ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ സൈഡിലും ഒക്കെ നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നാലും നമുക്ക് ചട്ടിപ്പത്തിരി ഫൈനലി ഒന്ന് അടിയിലൊന്നും പിടിക്കാണ്ട് നന്നായിട്ട് വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ബട്ടറിന് പകരം നെയ്യും ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ ഇവിടെ ഡിപ്പിങ്ങിന് തയ്യാറാക്കിയേക്കണ ഈ മുട്ടയുടെ കൂട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഓരോ ചപ്പാത്തി എടുത്തിട്ട് ഡിപ്പിങ്ങിന് തയ്യാറാക്കിയ ഈ മുട്ടയിൽ മുക്കിയിട്ട് നമുക്ക് ഈ ബൗളിലേക്ക് വെച്ചെടുക്കാം, ഈ പാത്രത്തിലേക്ക് വെച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ബൗള് ഇപ്പോൾ എൻ്റെ പാത്രം കുറച്ച് വലുതാണ്, ചപ്പാത്തി അതിനനുസരിച്ച് വലിപ്പമില്ലെങ്കിൽ നമുക്ക് 4 സൈഡിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വെച്ചെടുക്കാം. ഒരേ അളവിലുള്ള പാത്രം തന്നെ വേണമെന്നില്ല. അതിൻ്റെ മേലെ നമ്മളിപ്പോൾ ഫില്ലിങ്ങിനുള്ള ഈ ചിക്കൻ്റെ കൂട്ട് വെച്ചു. അതിന് മേലെ വീണ്ടും നമുക്ക് ഒരു ചപ്പാത്തി എടുത്തിട്ട് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് വെക്കാം. അതിൻ്റെ മേലെ വീണ്ടും നമുക്ക് ഈ ചിക്കൻ ഫില്ലിങ്ങിന് തയ്യാറാക്കി വെച്ചേക്കണ ചിക്കൻ വെക്കുക. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ ചിക്കനും ചപ്പാത്തിയും തീരുന്ന വരെ ഈ സെയിം പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ 4 സൈഡിലേക്കും നമ്മൾ ചപ്പാത്തിയും ചിക്കനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാം. അഥവാ നിങ്ങൾക്ക് സെയിം വലിപ്പത്തിലുള്ള പാൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസിയാണ്. ഇതിപ്പോൾ ഞാൻ പാൻ കുറച്ച് വലിപ്പമുള്ളത് എടുത്തത് കൊണ്ടാണ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ നിങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാവരും വെക്കുക. നമ്മൾ ലാസ്റ്റ് നമുക്ക് ഈ മുട്ടയുടെ മിശ്രിതം കുറച്ച് ബാക്കി ഉണ്ടാവും. അത് നമുക്ക് ഈ പാനിൻ്റെ എല്ലാ സൈഡിലേക്കും നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ സൈഡിലൊക്കെ നന്നായിട്ട് നല്ല ഇതായിട്ട് നമുക്ക് ഇത് പാനിൽ നിന്ന് വിട്ടു പോരും ലാസ്റ്റ് നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ. അപ്പോൾ ഫൈനലി ഞാൻ പറഞ്ഞ പോലെ ഈ മുട്ടയുടെ മിശ്രിതം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓണാക്കിയിട്ട് ഈ ചട്ടിപ്പത്തിരി തയ്യാറാക്കാനുള്ള ഈ പാന് 1 മിനിറ്റ് സ്റ്റവിൽ വെക്കാം. അപ്പോൾ അടിയൊന്ന് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് വേറൊരു പാന് വെച്ചിട്ട് ആ പാനിൻ്റെ മേലെ ഇതൊന്ന് വെക്കാം. അതിനുശേഷം നമ്മൾക്കൊരു മൂടി ഉപയോഗിച്ചിട്ട് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് ഇത് ഒരു ലോ ഫ്ലെയിമിൽ ഇടണം. അപ്പോൾ അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെന്തിട്ടുണ്ടായിരിക്കും. അതിനുശേഷം നമ്മൾ മറിച്ചിട്ടിട്ട് ആ പാനിൽ തന്നെ വെച്ചിട്ട് അതർ സൈഡും ഒന്ന് വേവിച്ചെടുക്കണം. ഒറ്റൊരു മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇവിടെ ചട്ടിപ്പത്തിരി തയ്യാറായിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് തേങ്ങയും പഞ്ചസാരയും ഉപയോഗിച്ചിട്ട് നമുക്ക് സ്വീറ്റ് ചട്ടിപ്പത്തിരിയും തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്.